നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തെ ലക്ഷ്യമിട്ട് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും അതുവഴി രാഷ്ട്രീയ നേട്ടം കൈവരിക്കാനും വേണ്ടി മാത്രമാണ് ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നതെന്നാണ് കേരളത്തിലെ വിവേചനാധികാരമുള്ള പൊതുസമൂഹമടക്കം വിലയിരുത്തുന്നത്. ഈ വിഷയം തന്നെ ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. കേവലം നിയമപരമായോ ധാർമ്മികപരമായോ ഉള്ള നീതിയേക്കാൾ ഉപരിയായി അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നതിലൂടെ വ്യക്തമായ രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് പൊതുവെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നു. ഇത്തരം രാഷ്ട്രീയ നായാട്ടുകൾക്ക് പിന്തുണ നൽകേണ്ടതില്ല എന്ന ശക്തമായ നിലപാടാണ് മലയാളികൾക്കിടയിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ പൊതുബോധത്തിൻ്റെ ഫലമായി റിപ്പോർട്ടർ ചാനലും CPM പാർട്ടിയും സംയുക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുന്ന പ്രചരണ ശ്രമങ്ങൾ രണ്ടാമതും ജനമധ്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ പരാജയത്തിൻ്റെ പ്രധാന കാരണം അത് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ മാധ്യമപ്രവർത്തകരുടെയോ സ്ഥാപനത്തിൻ്റെയോ വിശ്വാസ്യതയില്ലായ്മയാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. മാധ്യമ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ പൊതുസമൂഹത്തിൻ്റെ ശക്തമായ നിഷേധ നിലപാട് പ്രചരണങ്ങളുടെ ലക്ഷ്യം പൂർണ്ണമായിട്ട് തകർക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ നിർണായക ദൗത്യങ്ങൾക്ക് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ പ്രധാനമായിട്ടും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ എന്ന വ്യക്തിയെയാണ്. എന്നാൽ അരുൺകുമാറിൻ്റെ മുൻകാല പ്രസ്താവനകളും നിലപാടുകളും ഒക്കെ തന്നെ വളരെയധികം വിരുദ്ധോക്തികൾ നിറഞ്ഞതും ശ്രദ്ധേയമാണ്. മുട്ടിൽ മരമുറി കേസിൽ ഉൾപ്പെട്ട പ്രതികളെ വനം കൊള്ളക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ അദ്ദേഹം ഒരു കാലത്ത് യാതൊരു മടിയും കാണിച്ചിരുന്നു. വനം കൊള്ളക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ വ്യക്തികളിൽ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറും തൻ്റെ തൊഴിൽ ദാതാവുമായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ അടക്കമുള്ള അഗസ്റ്റിൻ സഹോദരങ്ങളും ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും വിരോധാഭാസകരമായിട്ടുള്ള മറ്റൊരു വസ്തുത. സാമ്പത്തിക ലാഭത്തിനായി ആരെയും വനം കൊള്ളക്കാരൻ എന്ന് വിശേഷിപ്പിക്കാനും കൂടുതൽ പ്രതിഫലം ലഭിക്കുമ്പോൾ ഈ വനം കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് കള്ളം പറയാനും കൂട്ടുനിൽക്കാനും തയ്യാറാകുന്ന ഒരാളായാണ് ഇപ്പോൾ ഡോക്ടർ അരുൺകുമാറിനെ പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഇത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഈ വ്യക്തിബന്ധങ്ങളുടെ സങ്കീർണത ചാനൽ നേതൃത്വത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ ഗുരുതരമായിട്ട് ബാധിക്കുകയും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലെ അവരുടെ പ്രചരണങ്ങൾക്ക് തന്നെ ആധികാരികത നഷ്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അരുൺകുമാറിൻ്റെ തന്നെ മുൻകാല റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തെ ഞെട്ടിച്ച മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായ വനം കൊള്ളക്കാർക്കെതിരെ അന്വേഷണം നടത്താൻ ഹൈക്കോടതി വനംവകുപ്പിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ കേസിൻ്റെ ഗൗരവം വർദ്ധിച്ചു. കേസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പ്രതികൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയത് അന്വേഷണത്തിന് കൂടുതൽ വഴി തുറന്നു. നിയമവിദഗ്ധനായ S. ശ്രീകാന്തിൻ്റെ നിരീക്ഷണങ്ങൾ അനുസരിച്ച് പ്രതികളുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവ് ഉടൻ തന്നെ റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ വനം കൊള്ളകളിലൊന്നായ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഈ കേസിലെ പ്രതികൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന വിഷയങ്ങളെല്ലാം തന്നെ നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുകയും വനംവകുപ്പ് ഉന്നതതല അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഈ നിർണായക ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ ശ്രദ്ധേയമായ ഈ വിധി വരുന്നത് കേസിൻ്റെ അന്തിമ റിപ്പോർട്ടിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും വലിയ പ്രാധാന്യം നൽകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെട്ടിച്ചമച്ച ശബ്ദരേഖകൾ നൽകി തന്നെ വഞ്ചിച്ചുവെന്നൊരു ധാരണ ഇപ്പോൾ ചാനൽ ഉടമയായ ആൻഡോ അഗസ്റ്റിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക ലാഭത്തിനായിട്ട് ഏത് ഉള്ളടക്കവും നിർമ്മിച്ച് നൽകുന്ന അരുൺകുമാർ ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഒരാളെ രാഷ്ട്രീയമായി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യാജമായി നിർമ്മിച്ച ശബ്ദരേഖകൾ പരാജയപ്പെട്ടതോടെ ചാനൽ മേധാവിയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെട്ടു. അങ്ങനെ ഈ പ്രചരണങ്ങളെല്ലാം തന്നെ തകർന്നടിഞ്ഞതോടെ ആൻഡോ അഗസ്റ്റിന്റെ യഥാർത്ഥ മുഖംമൂടിയാണ് ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ അരുൺകുമാർ ആശ്രയിച്ച വനം കൊള്ളക്കാർ എന്ന് അദ്ദേഹം തന്നെ മുൻപ് വിശേഷിപ്പിച്ചവരുമായി 100 ജന്മം താരതമ്യം ചെയ്താലും മാങ്കൂട്ടം ഉണ്ടാക്കിയെടുത്ത പൊതുസ്വീകാര്യതയെ തകർക്കാൻ കഴിയില്ലെന്ന് കേരളം തിരിച്ചറിഞ്ഞതായി വിലയിരുത്തപ്പെടും. ഈ തിരിച്ചടി മാധ്യമ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയപരമായ നീക്കങ്ങൾക്ക് ലഭിക്കുന്ന ശക്തമായ ജനകീയ പ്രതികരണമായി നിയമപരമായ തിരിച്ചടികൾക്കും സാധ്യതയുണ്ട്. നിയമവിദഗ്ധരുടെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ റിപ്പോർട്ടർ TV നടത്തിയ പ്രചരണങ്ങൾ അവർക്ക് തന്നെ ഗുരുതരമായ നിയമപരമായിട്ടുള്ള തിരിച്ചടികൾ സൃഷ്ടിക്കാൻ സാധ്യതയും. നിയമപരമായ പരാതിയോ നിലനിൽക്കുന്ന കേസുകളോ ഇല്ലാത്ത ഒരു വിഷയത്തിൽ വ്യാജമായി നിർമ്മിച്ച ശബ്ദരേഖകൾ ഉപയോഗിച്ച് ഒരു MLA-യുടെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്. ഭാവിയിൽ സംസ്ഥാന നേതൃനിരയിലേക്ക് തന്നെ എത്താൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. കൂടാതെ ഈ കേസിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രായപൂർത്തിയായ 2 വ്യക്തികൾ ഉഭയസമ്മതത്തോടെ നടത്തിയ ഒരു ബന്ധത്തിൽ ഭ്രൂണം നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ പോലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഒരാൾക്ക് മാത്രമായി നിശ്ചയിക്കാൻ കഴിയില്ല. ഭ്രൂണം നശിപ്പിച്ചുവെന്ന് തെളിഞ്ഞാൽ പോലും അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധ്യമല്ല. മാത്രമല്ല നിയമപ്രകാരം കൊടുക്കാൻ സാധ്യതയുള്ളത് ആരോപണം ഉന്നയിച്ച യുവതിയായിരിക്കുമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിഷയത്തിൽ റിപ്പോർട്ടർ ചാനലുമായി ചേർന്ന് കെട്ടിച്ചമച്ച തെളിവുകളാണ് അവതരിപ്പിച്ചത് എന്ന് തെളിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം MLA-യെക്കാളും വലിയ നിയമപരമായിട്ടുള്ള കുരുക്കുകളിൽ അകപ്പെടാൻ സാധ്യതയുള്ളത് ഈ വ്യാജ കഥകൾക്ക് രൂപം നൽകിയ അരുൺകുമാറും അതിനെ പിന്തുണ നൽകിയ ആൻഡോ അഗസ്റ്റിനും റിപ്പോർട്ടർ ചാനൽ തന്നെയായിരിക്കും. തലയിൽ പൂട മാത്രമല്ല ആൾതാമസം പോലും ഇല്ലാത്ത ഒരാളാണ്
അരുൺകുമാർ എന്നൊക്കെയുള്ള വിമർശനങ്ങളെ പോലെ അരുൺകുമാറിന്റെ വാക്കുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ചാനൽ മേധാവി മനം മുറിച്ചതിനേക്കാൾ വലിയ നാണക്കേടിലേക്കാണ് ഇപ്പോൾ കൂപ്പുകുത്തിയിരിക്കുന്നത്. ഇവിടെ മുൻപ് വനം കൊള്ളക്കാർ എന്ന് വിളിച്ച് ലോകത്തിന് മുന്നിൽ നാറ്റിച്ച അതേ വ്യക്തിയുടെ കൂടെ ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാൻ ശ്രമിച്ചത് വെറും വ്യാമോഹമാണെന്ന് ആന്റോ അഗസ്റ്റിൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ നീക്കം തിരിച്ചടിയാകുമെന്ന് നിയമോപദേശം ലഭിച്ചതിനെ തുടർന്ന് ഇനി രാഷ്ട്രീയപരമായ കുത്തിരിപ്പുകൾ ഒഴിവാക്കി തങ്ങളുടെ സ്ഥാപനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. എങ്കിൽ പോലും അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ വനം കൊള്ളക്കാരുടെ സ്വഭാവമുള്ളവർ എപ്പോഴാണ് തങ്ങളുടെ നിലപാടുകൾ മാറ്റുമെന്നത് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല.